എടുത്ത നിലപാടുകളുടെ ഏറ്റവും ശരിയായ അർത്ഥത്തിൽ അംഗീകാരം. അതുകൊണ്ട് ആ അർത്ഥത്തിലാണ് കാണാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ അതിലും ഞങ്ങൾ ആഗ്രഹിക്കുന്നത് വിമൻ റിസർവേഷൻ ബില്ല് പറഞ്ഞതുപോലെയല്ല വേണ്ടത്. 2023 വിമൻ റിസർവേഷൻ ബിൽ പാസ്സാക്കിയിട്ട് 3 വർഷമാകാൻ പോവാണ്. എന്നത് പ്രാവർത്തികമാക്കുന്നതിനെ കുറിച്ച് ഒരു ചിത്രവുമില്ല. കാരണം സെൻസസ് വേണമെന്നാണ് അവർ പറയുന്നത്. ഇനി ഡീലിമിറ്റേഷന് കാത്തിരിക്കുന്നതാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ബില്ല് പാസ്സാക്കിയിട്ട് കേരളത്തിന് ഇന്ത്യയിലെ സ്ത്രീകളുടെ മുന്നിലേക്ക് പറയുകയാണ് നിങ്ങൾക്ക് അവകാശം തരുന്നു പറഞ്ഞിട്ട് ആ അവകാശം ഒരു കിട്ടാക്കനിയായിട്ട് ഇന്ത്യയിലെ സ്ത്രീകൾ കാത്തിരിക്കേണ്ട അവസ്ഥയാണ്. അതുപോലെ ആയിട്ട് കാര്യമില്ല. ഒരു ടൈം ലൈൻ വേണം ഇതിനകത്ത്. എന്തായാലും കോൺഗ്രസ് പ്രവർത്തക സമിതി നാളെ വീണ്ടും കൂടുന്നുണ്ട് ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാനായിട്ട്. അപ്പോഴും ഒരു കഴിഞ്ഞ ദിവസം പാർട്ടി തലത്തിൽ തന്നെ ഒരു വളരെ ശക്തമായൊരു നിർദ്ദേശം നൽകേണ്ടി വന്നിട്ടുണ്ട്. ചിലരെങ്കിലും വ്യതിയാനം ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. പ്രത്യേകിച്ച് ആ ഗായബ് എന്നുള്ള പോസ്റ്റർ തന്നെ അത് വലിയ വിമർശന വിഷയമായിട്ടുണ്ട്. കോൺഗ്രസിനെതിരെ നേതൃത്വം വളരെ ശക്തമായിട്ടുള്ള നിലപാട് പറയുന്ന പലപ്പോഴും താഴേക്കുള്ള ഡീവിയേഷൻ അത് എങ്ങനെ സംഭവിക്കുന്നു? കോൺഗ്രസിനെ പോലെ ഒരു വലിയ രാഷ്ട്രീയ പ്രസ്ഥാനം, ഒരുപാട് ആളുകൾ നിലകൊള്ളുന്ന പ്രസ്ഥാനം, അതിലെവിടെയെങ്കിലും ഒറ്റപ്പെട്ട ചില ശബ്ദങ്ങൾ ഉണ്ടാകും. ആ ശബ്ദങ്ങൾ ഞങ്ങൾ അപ്പോൾ തന്നെ തിരുത്താനും ശ്രമിക്കാറുണ്ട്. പാർട്ടി ഈ സംഭവം ഉണ്ടായപ്പോൾ ഇന്ത്യയിലെ ഏക പാർട്ടി പ്രവർത്തക സമിതി കൂടി ഏക പാർട്ടിയാണ്. പെഹൽഗാം ആക്രമണം ഉണ്ടായപ്പോൾ പാർട്ടിയുടെ ഏറ്റവും പരമോന്നത സമിതിയായിട്ടുള്ള പ്രവർത്തക സമിതി വിളിച്ചുകൂട്ടി അവിടെ വെച്ച് ഏകകണ്ഠമായി ഒരു പ്രമേയം പാസാക്കി. ആ പ്രമേയത്തിലൂടെ സർക്കാരിന് പരിപൂർണ പിന്തുണ കൊടുത്തു. ആ പിന്തുണ ഓൾ പാർട്ടി മീറ്റിംഗിൽ 2 പ്രതിപക്ഷ നേതാക്കന്മാരും വാഗ്ദാനം ചെയ്ത് ഇന്ത്യ മുന്നണിയിലെ മറ്റ് ഘടകകക്ഷികൾ കൂടി അത് ഉറപ്പിച്ചു. ഇതൊക്കെ മുൻകൈയെടുത്തത് കോൺഗ്രസ് പാർട്ടിയല്ലേ. അപ്പോൾ അതിനകത്ത് ഒറ്റപ്പെട്ട ആരെങ്കിലും ഏതെങ്കിലും രീതിയിൽ അവരുടെ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് കോൺഗ്രസിൻ്റെ അക്കൗണ്ടിൽ ചേർക്കേണ്ട കാര്യമില്ല. ഈ സംബന്ധിച്ച് ഞങ്ങൾ വളരെ വ്യക്തമായ നിലപാടാണ്. കോൺഗ്രസ് പ്രവർത്തക സമിതി എടുത്ത തീരുമാനങ്ങളും പ്രമേയങ്ങളും അല്ലാതെ അതിൻ്റെ സ്പിരിറ്റ് ഉൾക്കൊള്ളാതെയുള്ള ഏത് കാര്യവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അക്കൗണ്ടിൽ ഇടേണ്ട കാര്യമില്ല. ഞങ്ങൾ വളരെ ക്ലിയറാണ്. പറയേണ്ട കാര്യങ്ങൾ ഓൾ പാർട്ടി മീറ്റിംഗിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലും ഞങ്ങൾ വാർത്തയാക്കിയിട്ടില്ല. ഓൾ പാർട്ടി മീറ്റിംഗ്, പക്ഷേ ഓൾ പാർട്ടി മീറ്റിംഗിൽ പറയേണ്ട കാര്യങ്ങളെല്ലാം കോൺഗ്രസ് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്കുള്ള കൺസേൺ എല്ലാം പറഞ്ഞിട്ടുണ്ട്. പ്രതിപക്ഷ നേതാക്കന്മാരായിട്ടുള്ള രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുന ഖർഗെയും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ രാജ്യം നേരിടുന്ന ഈ പ്രശ്നത്തിൽ രാജ്യത്തിനൊപ്പം നിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ നിലപാട്. പാർട്ടി പ്രമേയങ്ങൾ അനുസരിച്ചിട്ട് സ്വാഭാവികമായിട്ടും ചോദ്യങ്ങളുണ്ട്, അത് പ്രമേയത്തിലുമുണ്ട്. ആ ചോദ്യങ്ങൾ ചോദിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം ഇത് മുന്നോട്ടുള്ള പാതയിൽ തിരുത്തിക്കൊണ്ടേ മുന്നോട്ട് പോകാൻ പറ്റില്ല. തിരുത്തണമെങ്കിൽ ചോദ്യങ്ങളുണ്ടാകണം. പക്ഷേ രാജ്യത്തോടൊപ്പം നിൽക്കുക എന്നുള്ളതിന് ഒരു വ്യത്യാസവും ഞങ്ങൾ കാണിക്കാൻ. ജാതി കണക്കെടുപ്പ് സംബന്ധിച്ചും പെഹൽഗാം ഭീകരാക്രമണത്തിൽ സർവകക്ഷി യോഗത്തിൽ സ്വീകരിച്ച കോൺഗ്രസ് നിലപാടിനെ കുറിച്ചും വിശദീകരിക്കുകയായിരുന്നു കെ.സി. വേണുഗോപാൽ.